മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് SDPIയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. SDPIയുടെ മുല്ലപ്പെരിയാർ സമരസമിതിയാണ് റെഡ് അലർട്ട് എന്ന പേരിൽ ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചത്. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സംഗമം സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ ഉദ്ഘാടനം ചെയ്തു. ജീവനുകൾ 6 ദിവസമായിട്ട് പുറത്തെടുക്കാൻ കഴിയാതെ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത അത്യാധുനിക സംവിധാനമുള്ള ഒരു രാജ്യത്തെ അതൊരു ദുരന്തത്തിൽ സംഭവിച്ചതാണ്. പ്രകൃതി ദുരന്തം. ഇത്തരത്തിലുള്ളൊരു ദുരന്തം കേരളത്തിൽ സംഭവിക്കുകയാണെങ്കിൽ സാധ്യത വളരെയേറെയാണെന്ന് പഠനങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാധ്യത വന്നു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന 3-4 ജില്ലകളിൽ 4-ലേറെ വരുന്ന ജില്ലകളിലെ 50 ലക്ഷത്തിലേറെ വരുന്ന മനുഷ്യജീവനുകളും അതുപോലെ മറ്റു ജീവജാലങ്ങളും ഈ ഭൂമിയിൽ അവന്റെ ജീവിത അവസാനം വരെ സമ്പാദിച്ചിട്ടുള്ള മുഴുവൻ സ്ഥാവര ജംഗമ വസ്തുക്കളടക്കം 50ഓളം അടിയിൽ വരുന്ന ചെളിമണ്ണിൽ പുതഞ്ഞ് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് പതിക്കുമെന്നുള്ളൊരു ആശങ്ക. ആ ആശങ്കയാണെന്ന് ഓരോരുത്തരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും പറയാൻ മടിയാണ് അല്ലെങ്കിൽ ഭയമാണ്. രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഭയന്നുകൊണ്ട് തങ്ങളുടെ ജീവനുകൾക്ക് വേണ്ടി, തങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി ശബ്ദിക്കുവാൻ പോലും ത്രാണിയില്ലാത്ത ഒരു സമൂഹമായി, മൗനത്താൽ അടച്ചുവെക്കപ്പെട്ട ഒരു സമൂഹമായി ഇന്ന് ഈ മധ്യ കേരളത്തിന്റെ എറണാകുളവും അതുപോലെ തന്നെ കോട്ടയവും ഇടുക്കിയും ആലപ്പുഴയും അടക്കമുള്ള ജില്ലകളിലെ പൗരസമൂഹം മാറി എന്നുള്ളത് ഭീതിജനകമായിട്ടുള്ളൊരവസ്ഥയാണ്. സമരസമിതി ചെയർമാൻ അലോഷ്യസ് കൊള്ളനൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അജ്മൽ കെ മുഹമ്മദ്, VM ഫൈസൽ, KA മുഹമ്മദ് ഷമീർ, ബാബു മാത്യു, TM മൂസ, റഷീദ് എരമലൂർ, നാസറുദ്ദീൻ കുരുവിനാപ്പാറ, നിയാസ് മക്കാർ, ഷാജി കുട്ടമ്പുഴ, അബുലൈസ് മംഗലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.